ഹേ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് വാഴയിലയിൽ മുള്ളിച്ചൊരു മീനാണ്. അപ്പോൾ ഇതിന് ആവശ്യമായ പൊടികൾ നമുക്ക് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വിനിഗർ, ഇതെല്ലാം ചേർത്ത് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. മീനിന് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം പോയി ഒരു വാഴയില വെട്ടിയിട്ട് വരാം. കാരണം വാഴയിലയിലാണ് നമ്മൾ മുള്ളിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു വാഴയില വെട്ടിക്കൊണ്ട് വരാം. മീൻ പൊരിക്കാനായിട്ട് എണ്ണ ചൂടാക്കുക, അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക, മീൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ മീൻ നന്നായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് അല്പം പച്ച ഉലുവ ഇടുക, എന്നിട്ട് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കാരണം നമുക്ക് മസാല ഉണ്ടാക്കാനാണ്. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിന് ശേഷം അതിലോട്ട് കുറച്ച് തക്കാളി ആഡ് ചെയ്യണം. ഇനി ഇതിലോട്ട് ആവശ്യമായ പൊടികൾ ചേർക്കുക. ഇതിന് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. കുറച്ച് പെരിഞ്ജീരകവും ഗരം മസാലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും ഇളക്കുക. നമ്മൾ വാട്ടിയ വാഴയിലോട്ട് ചെയ്തു വെച്ച മസാല അതിലോട്ട് ഇടുക. എന്നിട്ട് പൊരിച്ച മീൻ നമ്മൾ അതിലോട്ട് വെക്കണം. അതിൻ്റെ മേലെ വീണ്ടും മസാല തേച്ച ശേഷം വാഴയില നന്നായിട്ട് കെട്ടി വെക്കുക. വാഴയുടെ തണ്ട് വെച്ചോ നൂല് വെച്ചോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഴയില കെട്ടി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെക്കുക. അത് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. പൊതിഞ്ഞ് വെച്ചേക്കുന്ന മീൻ അതിലോട്ട് വെച്ചെടുക്കുക. ഓരോ വശം വേവുമ്പോഴും മറിച്ചും തിരിച്ചും തന്നെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പൊള്ളിച്ച മീനിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കെട്ടയച്ച് നോക്കാം. ഇനി അടുത്ത പരിപാടി എന്തായാലും ടേസ്റ്റ് ചെയ്യലാണ്. ധൃതി കാരണം കൈവച്ച് കൊടുത്ത് നല്ല ചൂടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ മസാല ചേർത്ത് തന്നെ ആ മീൻ കഴിക്കണം. അപ്പോഴേ ആ ടേസ്റ്റ്, ആ മസാലയുടെയും മീനിൻ്റെയും ടേസ്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.